വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നേരെ പോവാണ് അങ്ങോട്ട്. ഏതാ ഹോട്ടലിന്റെ പേര്? ഇന്ന് പിന്നെ എന്തൊക്കെയാ പണി, പ്ലാനുകൾ എന്തൊക്കെയാ അറിയില്ല. എന്തെങ്കിലുമൊക്കെ നടത്താം പരിപാടി. വ്ലോഗിന് വേണ്ടി ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ വൈ ചേച്ചി വൈ എന്തോ ഒരു 8 മണിക്ക് എഴുന്നേറ്റു. ഞാനൊരു കാപ്പിയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. നന്ദിനിയും മിൽക്ക് സുഖല്ലേ? മാമ അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ ശ്യാമ്, ഞാൻ ശ്യാമ ഇന്നലെ ഇവിടെ കിടന്നത്. ശ്യാമേ നല്ല ഉറക്കാണ്, വേണ്ട പോവാ പറയണ ഇവിടെ. ഞാൻ പഠിച്ചു കഴിഞ്ഞ ദിവസം. ഞാൻ അതൊക്കെ ചെയ്യാൻ പഠിച്ചു. പിന്നെ അമ്മ അച്ഛനെ ഇളക്കി. നാളികേരം ഇടാനും പറ്റൂല, പഠിച്ചു. പൊടിയൊക്കെ അമ്മ ഇട്ടു, പക്ഷെ കണ്ടുപിടിച്ചു. ഇത് ഇവിടുത്തെ അമ്മ. നല്ല മുഖം കണ്ടില്ല. ഗുഡ് മോർണിംഗ്. അഞ്ജുന് നല്ല ബോറടിക്കുന്നുണ്ട്. ഞങ്ങളപ്പോ ഒരു റീൽസ് പ്രാക്ടീസ് ചെയ്താലോ എന്ന് വിചാരിക്കുക അല്ലേ? ഇവിടെ വൈകുന്നേരം കാണാൻ നല്ല ഭംഗിയാ, സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ. അതിനകത്ത് മറ്റേ ഡാൻസ് അല്ലേ? ഏതാ? സർപ്രൈസ്ഡ്. എടുത്താൽ കാണിക്കാം, അല്ലെങ്കിൽ കാണിക്കൂല. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ക്ലൈമറ്റ്. കുഞ്ഞാവ കുറുക്ക് കഴിക്കുക, നമുക്ക് നോക്കാം. ഇന്നപ്പോൾ ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനാട്ടോ വിചാരിച്ചേക്കണേ. ഇവിടെ ഹാസലിൽ എന്തൊക്കെയാ വിശേഷം നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയാൽ പോരെ? ഓക്കെ, കാണാം. കുറുക്ക് വേണോ? കുറുക്ക് വേണമെന്നോ ശ്യാമിനെ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പുട്ടും ബീഫും മുട്ട റോസ്റ്റും ആണ്. അപ്പം നമ്മൾ കഴിക്കട്ടെ, എല്ലാവരെയും വിളിച്ചിട്ട് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? പുട്ട് കഴിക്കാം. വാ, എന്തോ വേണേലും കഴിക്കാൻ. പല്ല് തേക്കണം മോളെ, മറന്നുപോയോ? പല്ല് തേക്കണ്ടേ അമ്മാമയ്ക്ക്? പല്ല് തേക്കണ്ടേ? ആര് ഞാന് കണ്ട് ബാ. അത് കഴിഞ്ഞ ദിവസം. ബാ ബാ ബാ, പല്ല് തേക്കാം. എന്താ സ്വാര്യം പറയണേ? അമ്മമ്മ വാ, ഞാൻ പല്ലേപ്പിക്കാം. ബാ, അമ്മ ഒറ്റയ്ക്ക് തേക്കും. അമ്മമ്മ ഒറ്റയ്ക്ക് തേക്കോ? അമ്മമ്മനെ വീഴ്ത്താനുള്ളൊരു വഴി. അമ്മമ്മ സുന്ദരിയാ. അമ്മമ്മ പല്ലേക്കട്ടെ കേട്ടോ. അഞ്ചു പല്ലേച്ചാ? പിന്നെ ഞാനൊക്കെ 8 മണിക്ക് നീച്ചിട്ടുണ്ടെന്ന്. ആണോ? എന്റെ 8 മണി. നോ 8 മണി. ഇതിലൊക്കെ വന്ന് ഇവിടെ മഴയൊക്കെ മാറിട്ടോ. വെറൈറ്റി കേട്ടോ, ഇഡ്ഡലി പാത്രത്തിലാ പുട്ട്. എളുപ്പപ്പണിയാ, വെറൈറ്റി അല്ല, എളുപ്പപ്പണി. മുട്ട റോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഗ്ലാസ് താത്തിട്ടേ പൊടി ഫുള്ള് തീറ്റിച്ചിട്ട് തുമ്മലൊന്നോ? അപ്പൊ AC ഇടാൻ പറഞ്ഞതോ? എന്താ പ്രശ്നമില്ല. ഞാൻ ഡെയിലി ഓഫീസിൽ ഫുള്ള് AC അല്ലേ. ഓരോരോ കള്ളത്തരങ്ങൾ, ഓഫീസിൽ AC അല്ലേ? ഓരോരോ കള്ളത്തരങ്ങൾ. അനു സത്യം പറ, കള്ളമാണോ ഇതൊന്നും? നോണല്ലേ? ചായയും കുടിച്ച് ഇങ്ങനെ ഫോണിക്ക് തോണ്ടി ഇങ്ങനെ ഇരിക്കുക. എന്താ? ഈദ് മുബാറക്. ഏറ്റു കുൽച്ചു കൈന്, ഓർക്കൊക്കെ കൈന്, ഒക്കൊക്കെ കൈന്. എവിടെ പിങ്കുടുപ്പ് കാണിച്ചേ? പിങ്കുടുപ്പ് കാണിച്ചേ? കാണട്ടെ. അങ്ങനെ കാണാൻ എങ്ങനെ കാണാൻ? ഞാൻ കണ്ണാടി.
അപ്പനിന കൈകെട്ട് ഇങ്ങിട്ടിന കൈകെട്ട് കൈകെട്ടു നീ കൈകെട്ട്. ആരത്? കണ്ണുമാമ. കണ്ണുമാമ എവിടെ? കണ്ണുമാമ എവിടെ? ജിങ്കിൾ ബെൽ ജിങ്കിൾ ജിങ്കിൾ ഓൺ ദ വേ. പോണം, ഇരിക്കാൻ പറ്റൂല. പോവാം 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 പോവാം. കുലുങ്ങണം അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാൻ ഇഷ്ടം ആർക്കാൻ ഇഷ്ടം. ഇതിനൊക്കെ മിന്നുണ്ടോ? ഒക്കെ മിന്നുണ്ടോ? തക്കടി കൂർക്കന്നാക്കാൻ പോവാണ്. അമ്മാമ എന്ത് കറക്റ്റായിട്ട് കൂർക്കന്നാക്കണം. പച്ചക്കറിയൊക്കെ ഓട്ടോയ്ക്ക് വരൂ കേട്ടോ. ഇങ്ങനെ വിളിച്ചു കൂവി പച്ചക്കായി വെണ്ടക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും വരും. ഇനി ഇവിടെ എല്ലാരും കൂടെ വർത്താനം പറയാണ്. കാരണം ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ എവിടെ ഞാൻ അവിടെ കിടക്കുന്നു. കാണിക്കണേ എന്തുവാ കാണിക്കണേ? പൊങ്ങാൻ നോക്കുകയാണല്ലേ. ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ചോറ് കഴിക്കാം നമുക്ക്. അതെന്തേ? ഒരു പാട്ട് പാടി തന്നേ. ഒരു പാട്ട് പാടി തരുമോ? പാട്ട് പാട്. ഏതാ വേണ്ടി? ഏതെങ്കിലും. പാട്. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. സാമ്പാറും ചോറും ഇത് മറ്റേ ഉണക്ക മാങ്ങ അച്ചാറ് നല്ല ടേസ്റ്റാണ്. ഒരു സാമ്പാർ, കൂർക്ക, മാങ്ങച്ചാർ, ചമ്മന്തിപ്പൊടി, ബീഫ്. നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. എവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല, പേര് എനിക്കറിയില്ല. എവിടെ പോവാണ്. റെഡിയായി, ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എവിടെ സ്ഥലം എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ശ്യാമും അനുവും കൂടെ ഇറങ്ങാണ്. ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടോ നോക്കട്ടെ. അവർ വരട്ടെ, റെഡി ആവുന്നതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. 2 കാറിനാണ് പോണേ. അവർ മറ്റേ കാറിനും ഞങ്ങൾ 3 പേര് ഈ കാറിന്. ഞാൻ അച്ഛനും ശ്യാമും. കുറച്ച് ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തു. ഇനി ബാക്കി നമ്മൾ അവിടെ നിന്ന് എടുക്കും. റോഡില്ലേ തിരക്കൊന്നുമില്ലല്ലോ റോട്ടിൽ. ഏരിയൊക്കെ കൊള്ളാൻ നോക്ക്. ഒരു കുഞ്ഞേതോ ഗുദാം വഴിയാണല്ലോ. നല്ല ഭംഗിയുണ്ട്. നമ്മളിറങ്ങി. എന്തുവാ ഇത് കണ്ടോ? ഇവിടേക്കാണ് നമ്മൾ വന്നത്. കൊറേ നേരം വിളിക്കണം. ബാക്കിലെ വീടുകളുടെ പശുവിനെ കണ്ടിട്ടില്ലേ? വിളിക്കണ ചെല്ലി. എന്നെ വെറുതെ വിടുവോ പ്ലീസ്? വഴി നടക്കണം അത്ര ഉണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചേച്ചി അലക്കുണ്ടായി തുറന്നിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് കൊരവങ്ങല ടെമ്പിൾ. ഹസൻ ജില്ലയിലെ കൊരവങ്ങല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാള രാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഹൊയ്സാള രാജാക്കന്മാരുടെ ശൈലിയിലുള്ളതും കല്ലിൽ നിർമ്മിച്ചതുമായിട്ടുള്ള പ്രാചീന ശില്പകല.
ഈ റൂമിൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. പ്രധാന ദൈവം എന്ന് പറയണത് ശ്രീവിഷ്ണു അല്ലെങ്കിൽ ശിവൻ എന്നാണ്. ഇത് എല്ലാ ദിവസവും ഒന്നും തുറക്കില്ല, ഏതൊക്കെയോ തിങ്കളും ബുധനും ഒക്കെ ആയിട്ടാണ് തുറക്കുക. നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്കവിടെ തുറന്നു തരുന്നതാണ്. ഇതൊക്കെയാണ് എനിക്കറിയുന്ന ഹിസ്റ്ററി. കൂടുതൽ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ക്യാമറമാൻ ശ്യാമിനോടൊപ്പമാണ് എല്ലാവരും. പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ല, ഇവിടെ ഫോട്ടോഷൂട്ടിലാണ്. ഭംഗിയിലാണത് പണിതേക്കണ, എന്ത് രസവാ നോക്ക്. അവര് കുട്ടീനെയും കൊണ്ട് കാറിലേക്ക് പോയിട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാണ്, പോവാണ്. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇറങ്ങാണ് അല്ലേ ശ്യാമേ? ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഇഷ്ടപ്പെട്ടു. കഫേയിലേക്കാട്ടോ ഇറങ്ങിയത്. നെക്സ്റ്റ് ശ്യാമിന് എന്തോ കഫേ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ കഫേയിലേക്ക് ഇറങ്ങിയതാണ്. അവള് കരിയാണേ, അത്ര കളറ്. ബ്രൗണി വിത്ത് ഐസ്ക്രീം. ഇതെന്താ റോസ് മിൽക്കോ? ഇതാരാ പറഞ്ഞേ? അമേരിക്കാനോ കോഫി പൗഡറിൽ ഐസ് ഇട്ട് കലക്കി തന്നേക്കാം. അയ്യോ, ഓരോന്ന് തീരുമ്പോ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. ഇതെന്തോ റിയോയാ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? കണ്ടോ? ഇനിയും വരാനുണ്ട് സാധനങ്ങൾ. കുറെ 10 ലൈറ്റിങ്ങും ഉണ്ടോ ഇവിടത്തെ? 5-6 വീട് നഷ്ടമായില്ലേ? നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ പോണേ? വിശാൽ മാർട്ടോ. വിശാൽ മാർട്ടും ഫ്രൂട്ട്സ് അല്ല സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ. മൈസൂർ സ്വീറ്റ്സ്. പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളുള്ള കടയാട്ടോ. കുറെ സാധനങ്ങളുണ്ട്. ഞാൻ 2 ടിന്ന് മേടിച്ചു. ശ്യാമേ ആ ടിന്ന് കാണിച്ചേ. കമ്മലൊക്കെ ഇടാൻ 28 രൂപ എന്തോള്ളൂ. 28 ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇതിന് 15 രൂപയുണ്ട്. 2 മേടിച്ചപ്പോൾ 30 രൂപയായി. കുറേ ഐറ്റംസ് ഉണ്ട്. അമ്മയൊക്കെ ഫ്ലാസ്ക് ഒക്കെ നോക്കുകയാണ്. ഞങ്ങളപ്പോൾ പുറത്തേക്ക് വന്നു, ഭയങ്കര തിരക്ക്. ഇനി സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണം. ഇവിടുത്തെ മൈസൂർ പാക്ക്, ലക്ഷ്മി സ്വീറ്റ്സ് മൈസൂർ. ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. സേമിയ പായസത്തിൻ്റെ ഇതുപോലെയുണ്ട്. പാക്കിങ്ങും കൊള്ളാം, ടേസ്റ്റും ഉണ്ട്. ചെത്തി സമയം 7 മണിയായി. കണ്ടോ ലൈറ്റിങ് കണ്ടോ? ഇരുട്ടായിട്ടേ ഇല്ല. ഡിന്നറ് ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം അവസാനിച്ചു. ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു, കിടക്കാൻ പോവാണ്. നല്ല തണുത്ത കാറ്റ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.